ഹായ്. ഇതുവരെ നമ്മൾ നോക്കിയത് വൺ വേ ബൈൻഡിങ് മാത്രമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടു വേ ബൈൻഡിങ് ആണ്. ടു വേ ബൈൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ കിട്ടുന്ന ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാമെന്നാണ് പോകുന്നത്. ഇവിടെ ഞാനൊരു ഇൻപുട്ട് ഫീൽഡ് ഡിക്ലെയർ ചെയ്ത് വെച്ച് ടൈപ്പ് ടെസ്റ്റ് ആക്കി വെച്ചു. എന്നിട്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു സിൻറ്റാക്സിലാണ് എഴുതി കൊടുക്കുന്നത്. ng മോഡൽ ഈക്വൽ ടു യൂസർ നെയിം. ഇവിടെ ഞാൻ യൂസർ നെയിം ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. component.tsൽ യൂസർ നെയിം സ്ട്രിങ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ യൂസർ നെയിം കാണാൻ പറ്റും. ആണ് ടു വേ ബൈൻഡിങ് എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷൻ. ng സെർവർ അടിച്ചു ബിൽഡ് ആയിക്കോട്ടെ. നമുക്ക് നോക്കാം. ബിൽഡാകാൻ കുറച്ച് ടൈം എടുക്കും, അറിയാലോ. നമ്മൾ ഇതുവരെ ചെയ്ത പ്രോജക്റ്റിലൊക്കെ ബിൽഡ് ചെയ്ത് എന്തോരം സമയം എടുക്കുമെന്ന് അറിയാമല്ലോ. ചെറു സമയം എടുക്കുള്ളൂ. അത് അത്ര വെയിറ്റിംഗ് ഒന്നുമില്ല. ഈ ng മോഡൽ മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. നാളെ മുതൽ ആംഗ്ലറിൻ്റെ അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഈ കൺസെപ്റ്റ്സ് എല്ലാം നോക്കി വെച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആംഗ്ലർ പഠിച്ചു തീർക്കാം. ആംഗ്ലറിൽ ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്യാം. റെഡക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പരിപാടി അവസാനിപ്പിക്കാം. ഇൻപുട്ട് ഇവിടെ വേണ്ട എന്നാണ് പറയുന്നത്. റീബിൽഡിങ്. യൂസർ നെയിം അതിൻ്റെ ട്യൂട്ടോറിയലൊന്ന് നോക്കട്ടെ. ng മോഡലിൻ്റെ എം ക്യാപിറ്റൽ ലെറ്ററാണ്. അതാണ് എം ക്യാപിറ്റൽ ലെറ്റർ. ഓർത്തിരുന്നു കേട്ടോ. ഇപ്പോൾ റണ്ണായിട്ടുണ്ട്. എം ക്യാപിറ്റലാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഞാൻ വേറൊരു ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് അത് മനസ്സിലാക്കിയത്. ഇവിടെ ലോക്കൽ ഹോസ്റ്റ് 4200 ലോഡാവുന്നുണ്ട്. ലോഡാവുന്നുണ്ട്. ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ അങ്ങനെ ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. അപ്പോൾ അതാണ് ടു വേ ബൈൻഡിങ്. ഇത്രയുള്ള ടു വേ ബൈൻഡിങ് പറയാനായിട്ട്. ng മോഡലിൻ്റെ ഇത് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഇമ്പോർട്ട്സിൽ ഫോംസ് മോഡ്യൂളും കൂടി ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കണം. എന്നാൽ മാത്രമേ അത് കിട്ടുള്ളൂ. ഫോംസ് മോഡ്യൂളിലാണ് ng മോഡ്യൂൾ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്. ആ ഫോംസ് മോഡ്യൂൾ കൂടി ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കണം. എന്നാൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു.
താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. ആൻഡ് ഈ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.